ഫ്ലോറൻസയുടെ ഓണം കുർത്തീസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയും പാർട്സ് വരാനായിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പുതിയൊരു പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. കുറച്ചുകൂടെ നമുക്ക് ആ ഒരു കേരള ഒരു കസവും അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു മെറ്റീരിയലാണ്. ടിഷ്യൂ നെറ്റ് അല്ലെങ്കിൽ നെറ്റ് ടിഷ്യൂ എന്ന് പറഞ്ഞ ഫാബ്രിക്കാണ് നമ്മൾ ഇതിനകത്തേക്ക് യൂസ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് 3 വന്നേക്കുന്ന കോറ കോട്ടൺ ഫാബ്രിക്കിനകത്തേക്ക് യോക്കിലേക്കായിട്ട് എംബ്രോയിഡറി വർക്കോടുകൂടി വന്നേക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓണത്തിനും അത് കഴിഞ്ഞിട്ടാണ് യൂസ് ചെയ്യാം. ബാക്കിലേക്ക് പ്ലെയിൻ ഏലൈൻ കട്ടിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത്. ഇതിനകത്തേക്കും കുറച്ചുകൂടി ഒരു കസവിന്റെ ഒരു വർക്കൊക്കെ വന്നിട്ടുണ്ട്. ഫ്രണ്ടിലേക്കായിട്ട് പിൻഡെക്സും അതേപോലെ തന്നെ അതിന്റെ മുകളിലേക്കായിട്ട് പോട്ട്ലി ബട്ടൺ മീൻസ് ഒരു ഷോ ബട്ടണും കൂടിയാണ് വരുന്നത് കേട്ടോ. ബാക്കിലേക്ക് പ്ലെയിൻ ഏലൈൻ കട്ടിങ്ങോട് കൂടിയിട്ടാണ്. നമ്മൾ ഈ കണ്ട റെഡിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ഒരു ബ്രൗൺ ഷെയ്ഡിലേക്കും കൂടെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണാം. ദുപ്പട്ടയും ബോട്ടോ ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു സിംഗിൾ പീസ് ഡ്രസ് ആയിട്ട് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ടോപ്പ് മാത്രം മതി. ഓണത്തിനൊക്കെ എന്ന് പറയുമ്പോൾ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനൊക്കെ നമ്മളെല്ലാം തന്നെ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുമാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നേക്കുന്നത്. ടോപ്പിന് കോറ കോട്ടന്റെ ലൈനിങ് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ലൈനിങ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. സ്ലീവിന്റെ എൻ പോർഷനിലേക്കൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ആ ഒരു കസവിന്റെ തന്നെ ഒരു ബോർഡറോട് കൂടിയിട്ട് ഇത് വരുന്നത് കേട്ടോ. ഈ ഒരു ഫാബ്രിക് എന്ന് പറയുമ്പോൾ വീവിങ്ങിൽ തന്നെ അതിനകത്തൊരു ചെക്സ് പോലെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു നെറ്റ് പോലത്തെ ഫാബ്രിക് ടിഷ്യൂ നെറ്റ്സ് പോലെയാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിറ്റിംഗ് ആട്ടോ. ടോപ്പ് ഒരു ഏലൈൻ കട്ടിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിൽ ഇവിടേക്കായിട്ട് പ്ലീറ്റ്സ് ആണ് വരുന്നത്. ബാക്കിലേക്ക് പ്ലെയിൻ ഏലൈൻ കട്ടിംഗ് ആണ്. 47 ഇഞ്ചസ് ലെങ്തിലേക്കാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഫാബ്രിക് വന്നേക്കുന്ന കോറ കോട്ടൺ ആണ്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോക്ക് പോർഷനിലേക്ക് കൊടുത്തേക്കുന്ന ഈ ഒരു പിൻഡെക്സും അതേപോലെ തന്നെ ടോപ്പിന്റെ ഹെൻലൈനിലേക്കും സ്ലീവിന്റെ എൻ പോർഷനിലേക്കും ആയിട്ട് കൊടുത്തേക്കുന്ന ഒരു കസവിന്റെ ബോർഡേഴ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ഓണം തീമിലേക്ക് നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് കൂടിയാണ്. ബാക്കിലേക്ക് പ്ലെയിൻ ഏലൈൻ കട്ടിംഗ് ആണ് വരുന്നത് കേട്ടോ. ഇതിന്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഏറ്റവും സോഫ്റ്റ് പ്യുവർ കോട്ടന്റെ തന്നെ ലൈനിങ് ആട്ടോ. ഈ ടോപ്പിന്റെ ലെങ്ത് വരുന്ന 47 ഇഞ്ചസിലേക്കാണ്. ഇത് വേണം നമുക്ക് ആ ഒരു ഫ്ലെയർ പാറ്റേൺ ആയതുകൊണ്ട് തന്നെ ബോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു ദുപ്പട്ടയൊക്കെ വെച്ച് തന്നെ നമുക്ക് ആ ഒരു കേരള സ്റ്റൈലിലേക്ക് തന്നെ നമുക്ക് ഒരു യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റും കൂടെയാണ്. ഇവിടെ നെക്സ്റ്റ് വന്നേക്കുന്നത് കോറ കോട്ടൺ ഫാബ്രിക്കിനകത്തേക്ക് തന്നെയാണ്. ഇതിന്റെ യോക്ക് പോർഷനിലേക്കും അതേപോലെ തന്നെ സ്ലീവിന്റെ ഒരു പോർഷനിലേക്കും ആയിട്ട് കൊടുത്തേക്കുന്ന എംബ്രോയിഡറി വർക്ക്. അത് റെഡും അതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ഗോൾഡൻ സെറിയും കൂടെ വെച്ചിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആട്ടോ. യോക്ക് പോർഷന്റെ ഇവിടെ നിന്നായിട്ട് കട്ടിങ് കൊടുത്ത് താഴേക്കായിട്ട് കുഞ്ഞു കുറച്ച് പ്ലീറ്റ്സും അല്ലെങ്കിൽ ഗ്യാദേഴ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. വൺ സൈഡിലേക്കായിട്ട് പോക്കറ്റും വരുന്നുണ്ട്. ഇതിനും പ്യുവർ കോട്ടൺ തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഫ്രണ്ടിൽ ഇവിടേക്ക് മാത്രമേ ഒരു ഗ്യാദേഴ്സ് വരുന്നുള്ളൂ. ബാക്കിലേക്ക് പ്ലെയിൻ ഏലൈൻ കട്ടിങ് ആട്ടോ. ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീഡിങ് അല്ലെങ്കിൽ ഒരു മെറ്റേണിറ്റി ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റും കൂടെയാണ്. ഇതിന്റെ ഇവിടേക്കായിട്ട് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് തരാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ റെഡി ടു ഡിസ്പാച്ചിലേക്ക് വന്നിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. എന്നാൽ പോലും കസ്റ്റമേഴ്സ് ഡിമാൻഡ് അനുസരിച്ച് നിങ്ങൾ വാട്സാപ്പ് ത്രൂ ഓർഡർ എടുക്കുവാണെങ്കിൽ ഫീഡിങ് ഓപ്ഷൻ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ ഒരു പ്രൊഡക്റ്റിന് തന്നെ ഒരു കളർ ചേഞ്ചും കൂടെയുണ്ട്, അതും കൂടെ കാണാം. ഇവിടെ നെക്സ്റ്റ് വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട റെഡിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആട്ടോ. അതായത് ഇതിന്റെ യോക്കിലേക്ക് കൊടുത്തേക്കുന്ന ആ ഒരു എംബ്രോയിഡറി വർക്ക് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലേക്ക് കൊടുത്തേക്ക് ഇതിനകത്തേക്കും ആ ഒരു ഗോൾഡൻ സെറിയുടെ തന്നെ വർക്കാണ് വന്നേക്കുന്നത്. ഈ പ്രൊഡക്റ്റുകളെല്ലാം നമ്മുടെ റെഡി ടു ഡിസ്പാച്ചിലേക്ക് വന്നേക്കുന്ന നമ്മുടെ ഒരു 10 അല്ലെങ്കിൽ 20 വർക്കിംഗ് ഡേയ്സ് ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കസ്റ്റമേഴ്സിന് നിങ്ങൾ ഇന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് കേട്ടോ. കാരണം ഇവിടേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. റോഡൊക്കെ ബ്ലോക്ക് ഒക്കെ ആവുകയാണെങ്കിലൊക്കെ നമ്മുടെ പാർസൽ ഇവിടുന്ന് ഡിലേ ആകും 1-2 ദിവസമൊക്കെ. മാക്സിമം നെക്സ്റ്റ് വെനസ്ഡേക്കുള്ളിൽ ഇവിടുന്ന് പ്രൊഡക്റ്റ് നമുക്കിവിടെ റെഡിയാണ് ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഓൺ ബ്രാൻഡ് ഫ്ലോറിസ്റ്റയിലേക്ക് വന്നിരിക്കുന്ന പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു വേഗം തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തോളാം.